രേണുവിൻ്റെ വീഡിയോകൾ മാത്രം റിയാക്ട് ചെയ്യുന്ന ഒരാളുണ്ട്. അതായത് നല്ല കാര്യങ്ങളല്ല, എപ്പോഴും രേണുവിനെ കുറ്റം മാത്രം പറയുന്ന ആള്. എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഇപ്പം കുറച്ച് മുന്നേ ഇവരൊരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആൽബത്തിന് പോയ പ്രശ്നങ്ങളാണ്. ഞാനത് വേണ്ട, നിർത്തിയേക്ക്, നമുക്കൊന്നും പറയണ്ട എന്ന് വെച്ചിരുന്നപ്പം ഇവർ തന്നെ അത് എടുത്തിട്ടിട്ടുണ്ട്. കാരണം എന്നെ വെറും കരിവാരി തേച്ചുകൊണ്ട് അവിടെ നടന്ന സത്യം എന്താണെന്നുള്ളത് വളച്ചൊടിച്ചുകൊണ്ടാണ് അവർ വൃത്തികെട്ട രീതിയിൽ ഇവർ ആൽബം. ഇവരുടെയൊക്കെ ഒരു വിചാരമുണ്ട്, നമ്മൾ ആൽബത്തിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ഇവനെയൊക്കെ പറയുന്നത്, ഈ വിപിൻലാലിനെ പോലുള്ള വെറും ഈ ആൽബം ഡയറക്റ്റ് ചെയ്യുന്ന ഈ തെണ്ടിയൊക്കെ പറയുന്ന പോലെ നമ്മളത് അഭിനയിക്കുന്ന ഒരുത്തിയാണ് രേണുസുധി. ഇങ്ങനെ കുറച്ച് പേരുടെ ധാരണയുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീൻ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇവനൊക്കെ ഈ പറയുന്ന വൃത്തികെട്ട സീൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇവൻ പല സീനുകളും അന്ന് ആ നിമിഷമാണ് ഇവൻ ഈ പറയുന്നത്. മാറ്റി നിർത്തിയൊക്കെ എന്നെ പറഞ്ഞു, രേണു ഇങ്ങനെ ചെയ്യണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല. അതൊന്നും കുഴപ്പമില്ല രേണുവിനെ മറ്റ് ആൽബത്തിലൊക്കെ അഭിനയിക്കുന്നില്ല. ഞാൻ പറഞ്ഞു മറ്റു ആൽബത്തിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീൻ മാത്രമേ അവർ പറയും. ഇപ്പോൾ ലജ്ജ, ലജ്ജു ആണെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീൻ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. വെറും വൃത്തികെട്ട രീതിയിലുള്ള ഡ്രസ്സ് ഇടുക, അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് പറ്റത്തില്ലാത്ത കാര്യമായിട്ടാണ് ഞാൻ അവിടെ ബഹളം വെച്ച് ഞാൻ അവിടെ നിന്ന് ഇട്ടിട്ട് പോയത്. അതുപോലെ തന്നെ ആ എന്താ പറയുക, വെറും വൃത്തികെട്ടതാണ് അവർ പറഞ്ഞത്. ആ ഡ്രസ്സുകളൊന്നും എനിക്ക് പറ്റുന്നില്ലാത്ത. അവർ ഈ ഡ്രസ്സ് ഇടുന്നതിന് മുന്നേ എനിക്ക് വീട്ടിൽ അയച്ചു തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ അയച്ചു തന്നിട്ടില്ല ഡ്രസ്സ്. ഞാൻ അന്ന് രാവിലെയാണ് ഈ ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കുന്നത്. എനിക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നു. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ആരെങ്കിലും എന്താ പറയുക, എനിക്ക് കംഫർട്ടബിൾ ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. സ്മോക്ക് ചെയ്യാറുണ്ടോ? ഇല്ല. പിന്നെന്താണ് ഇത്തരത്തിലുള്ള? എനിക്കറിയില്ല ഇവരെന്താണ് പറയുന്നത്, എനിക്കറിയില്ല. ഇനിയിപ്പം ഡ്രഗ്സ് ഉപയോഗിച്ച് ഇവർ ഈ പറയുന്ന പോലെ ഞാൻ എന്തായാലും അവിടെ മദ്യപിച്ചിട്ടുമില്ല, ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുമില്ല. ആ ഒരു ലൊക്കേഷനിൽ ഞാൻ എന്തായാലും ലൊക്കേഷനിൽ ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ ഇന്നുവരെ ചെയ്യത്തുമില്ല. അപ്പം പൂർണ്ണമായി ഒരു നല്ലൊരു വർക്കാണെന്ന് വിചാരിച്ചു പോയി രേണുവിനെ മനഃപൂർവ്വം ചതിക്കാൻ ശ്രമിക്കും. കാരണം അവർ കഥ കടച്ചിട്ടിട്ട് ക്യാമറമാൻ വന്ന് സംസാരിക്കുന്ന പല രീതിയിലും എന്നെ അങ്ങോട്ട് കൺവേസ് ചെയ്യാൻ നോക്കുവാണ്. നിങ്ങൾ ഈ ഒരു ആ നായകൻ എന്ന് പറയുന്ന അവൻ എന്നെ ഇങ്ങനെ എടുത്തേ പറ്റത്തുള്ളൂ. കാല് കവച്ച് ഇവിടെ ഇരുത്തണമെന്ന് അവന്റെ ഇളിയിൽ ഞാൻ നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ എടുത്ത് അഭിനയിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കിയെടുത്ത് അഭിനയിക്കുന്നതിന് കുഴപ്പമില്ല എടുക്കുന്നത്. പക്ഷെ എന്നിട്ടും പറഞ്ഞ സീനും എനിക്ക് കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞ് ഞാൻ മാക്സിമം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞതിനാണ് ഇവർ എനിക്കിപ്പം തോന്നുന്നത് ഇതൊരു ആൽബം അല്ലായിരുന്നു. ഇത് ഷെഫീന ബീബി എന്ന് പറയുന്ന വെറും വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീ എന്നെ കൊല്ലാക്കൊല ചെയ്ത് എൻ്റെ കുടുംബത്തെ എൻ്റെ മക്കളെ തമ്മിൽ തല്ലിച്ച് നശിപ്പിക്കുന്ന ഒരു സ്ത്രീ ഇറങ്ങിയിട്ടുണ്ട് രംഗത്ത്. നിങ്ങൾക്കൊക്കെ അറിയാം. അവർക്ക് വേറെ ഒരു കണ്ടന്റും ഇല്ല, ഒരു റീച്ചും ഇല്ല. ആ വൃത്തികെട്ട സ്ത്രീക്ക് അവരുടെ ഒരു കളിയായിരുന്നു. അവർക്ക് എനിക്ക് തോന്നുന്നു ഇവർ ഈ വീഡിയോ എടുത്തിട്ട് എന്തോ പോൺ സൈറ്റിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു വെറും നിഗൂഢമായിട്ടുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു ഈ ആൽബത്തിന്റെ മറവിൽ നടന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവരെന്നെ എന്തെങ്കിലും ചെയ്തേനെ.